മോഹൻലാൽ നായകനായി എത്തിയ ദേവദൂതൻ എന്ന സിനിമ 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായി കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 75 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ആദ്യ ദിനം സിനിമ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത് 105 ഷോകളിൽ നിന്ന് 25,21,000 രൂപയായിരുന്നു എന്നുള്ളതാണ്. അതായത് കേരള കളക്ഷൻ ഏകദേശം 35-40 ലക്ഷം രൂപയിലേക്കാണ് വന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 50 ലക്ഷം രൂപയായിരുന്നു, അല്ലെങ്കിൽ അതിന് മുകളിലായിരുന്നു ആദ്യ ദിനത്തെ കളക്ഷനായി പുറത്തു വന്നത്. രണ്ടാം ദിവസം ഷോകളുടെ കൗണ്ട് കൂട്ടുന്ന ഒരു കാര്യം കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സ്ക്രീനുകൾ കൂട്ടി മൊത്തത്തിൽ ആദ്യ ദിനം 105 ഷോകളായിരുന്നുവെങ്കിൽ ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് 156ഓളം ഷോകളാണ് എന്നുള്ളതാണ്. ഇന്നലെ 14,000 പേര് കണ്ടപ്പോൾ ഇന്ന് 18,000-ഓളം ആളുകളാണ് കണ്ടിരിക്കുന്നത്. ഇന്ന് സിനിമയ്ക്ക് ഫൈനലായി വന്നിരിക്കുന്നത് 32 ലക്ഷം രൂപയാണ്. അതായത് ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 2 ദിവസം കൊണ്ട് സിനിമയ്ക്ക് നേടിയിരിക്കുന്നത് 80, അതായത് 75 തൊട്ട് 85 ലക്ഷം രൂപയ്ക്ക് ഇടയിലാണ് എന്നുള്ളതാണ്. അതൊരു ഗംഭീര റെക്കോർഡ് തന്നെയായിട്ട് വരുന്നു. ഈ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 1 കോടിക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തിയിരിക്കുന്നു. ഞായറാഴ്ച ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ്. ഇന്ന് ഒരു പക്ഷേ ട്രാക്കേഴ്സ് മുഖാന്തരം മാത്രമേ 50 ലക്ഷം രൂപയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ സിനിമയുടെ കളക്ഷൻ. വലിയ രീതിയിൽ ജനപിന്തുണയാണ് സിനിമയ്ക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സിനിമ 3 ദിവസം കൊണ്ട് എങ്ങനെ പോയാലും കേരളത്തിൽ നിന്ന് മാത്രമായി 1 കോടിക്ക് മുകളിലേക്ക് എത്തും. വേൾഡ് വൈഡ് ആയിട്ട് ഒരു പക്ഷേ 2 കോടിയിലേക്കും എത്തുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ്. ഞായറാഴ്ചത്തെ കളക്ഷൻ പോലെ ഇരിക്കും കാര്യങ്ങൾ. ഞായറാഴ്ച ആദ്യ 2 ദിവസത്തേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ആരൊക്കെയാണ് തിയേറ്ററിൽ പോയി ഈ 2 ദിവസങ്ങളിൽ സിനിമ കണ്ടത്? കമൻസിലൂടെ പറയാം. ലാൽ സലാം.